ഹലോ എവരിവൺ, ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സ് നവീൻ. ഇന്ന് നമ്മൾ ടെസ്റ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഫിൽറ്ററാണ്. ഇത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പട്ടാമ്പി എന്നുള്ള ഭാഗത്തേക്കാണ് ഈ ഡബിൾ ഫിൽറ്റർ പോകുന്നത്. ഇത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ ടൈമിൽ ഒരുമിച്ച് 2 ഓയിൽ വന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതായത് വന്ന് ഒരു ഭാഗത്ത് വെളിച്ചെണ്ണ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് വന്ന് നമുക്ക് കടലെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഇല്ല വേറെ ഏതെങ്കിലും എണ്ണ ബാദാമോ അതേപോലത്തെ എണ്ണ ഉണ്ടെങ്കിൽ രണ്ടും ഒരേ സമയത്ത് ഫിൽറ്റർ ചെയ്ത് വരും. ഇതിൻ്റെ ഈ പുറത്ത് നമുക്ക് 10 ടാപ്സ് വരുന്നുണ്ട്. അതേപോലെ ഓപ്പോസിറ്റ് ഭാഗത്തും നിങ്ങൾക്ക് 10 ടാപ്പ് വരും. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1/2 HP മോട്ടറാണ്. അതേപോലെ വന്നിട്ട് 1 ton ഹൈഡ്രോളിക് ഹാൻഡ് ഹൈഡ്രോളിക് പമ്പ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പമ്പ് മൂലം പമ്പ് ചെയ്തിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. സാധാരണ സ്ക്രൂ പ്രസ് വരും, ആ സ്ക്രൂ നമ്മൾ കൊടുക്കുന്നില്ല. ഈ ടൈപ്പ് ഫിൽറ്ററിൽ ഒരു സ്ട്രക്ചറിൽ ഡബിൾ സൈഡ് പ്ലേറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അതേപോലെ ഇത് മെയിനായിട്ട് ആര് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ചക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വന്ന് 2 ടൈപ്പ് ഓയിൽ അവർ പ്രൊഡക്ഷൻ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ഫിൽറ്റർ മതി. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫിൽറ്റർ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. അതിന് സെപ്പറേറ്റ് ഫിൽറ്റർ, സെപ്പറേറ്റ് മോട്ടർ, സെപ്പറേറ്റ് പമ്പ് എന്ന് വെച്ചിട്ട് തനി വെക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യത്തിൽ തന്നെ നമുക്ക് എല്ലാ ഓയിലും ഇതിൽ ഫിൽറ്റർ ചെയ്തെടുക്കാം. നിങ്ങൾ പക്ഷേ ഒരു കാര്യം, വെളിച്ചെണ്ണ ഒരു സൈഡ് യൂസ് ആകുന്നുണ്ടെങ്കിൽ ആ സൈഡ് എപ്പോഴും റെഗുലറായിട്ട് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ സൈഡ് കടലയോ ഉള്ളൂ മാറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് കയറ്റാം. അത് കളറായിട്ടോ ടേസ്റ്റായിട്ടോ ഒരു ഡിഫറൻറ്റ് അറിയത്തില്ല. അതേപോലെ ഈ സൈഡ് വെളിച്ചെണ്ണയിൽ മാറ്റി കയറ്റാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വീണ്ടും ഫിൽറ്റർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും. ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ട്രേ നമ്മളൊരു പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വന്നിട്ട് വെളിച്ചെണ്ണയും അപ്പുറത്തുള്ള ഏത് ടൈപ്പ് ഓയിലാണെന്നുണ്ടെങ്കിൽ അത് മിക്സ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ടാപ്സ് എല്ലാതും നമുക്ക് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്സ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ ടാപ്സ് വരും. ഇതിൻ്റെ സൈസ് ഏകദേശം നമുക്ക് വന്നിട്ട് ഒരു 3.5 അടി നീളം, 3.5 അടി അകലം, ഒരു 4 അടി പൊക്കം, ഈ ഹൈറ്റിലാണ് മെഷീൻ ഉണ്ടാവുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ അതേപോലെ മെയിനായിട്ടുള്ളത് ഇത് പ്ലേറ്റ് SS-ൻ്റെ ആണ്. SS-ൻ്റെ പ്ലേറ്റാണ് നമ്മൾ എല്ലാവരും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സോളിഡായിട്ട് ഒരു സിംഗിൾ പ്ലേറ്റാണ്, അല്ലാണ്ട് ഡബിൾ പ്ലേറ്റ് വന്നിട്ട് ഇതാക്കിയിട്ടുള്ളത് സിംഗിൾ പ്ലേറ്റാണ്. മേലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. 9944804892 733965489. ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. സൺഡേസ് ഫോൺസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. പൊതുവേ നമുക്ക് വന്നിട്ട് പബ്ലിക് ഹോളിഡേയ്സും നമുക്ക് ഹോളിഡേ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വരെ ഫോൺ റീച്ചബിൾ ആയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താലും മതി. ഇത് വാട്സപ്പിലുണ്ട് ഈ നമ്പർ. നിങ്ങൾക്ക് പിറ്റേ ദിവസം അതിനുള്ള റിപ്ലൈയോ അല്ല കോൺടാക്ട് ചെയ്യുന്നതിനുള്ള റീസൺ നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ആ